Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So, Booth Bangla, Akshay Kumar movie ആണ്. There is one other reason also for us to watch this teaser അല്ല ട്രെയിലർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയദർശൻ സാറിന്റെ മൂവിയാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ അധികം പുള്ളി മൂവീസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഹോളിവുഡിൽ അക്ഷയ് കുമാറിന്റെ മൂവീസ് ഒക്കെയാണ് ചെയ്യുന്നത്. സോ എന്താണ് പരിപാടി എന്നുള്ളത് നമുക്കറിയില്ല. സോ പെട്ടെന്ന് കണ്ടിന്യൂഷൻ കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഓക്കെ, see you guys. वधूसुर गया नहीं है और शक्तिशाली हो गया है। इसका अर्थ यह है कि उसे कोई पुनर्जीवित करने का प्रयास कर रहा है और इस फलादेश से बच निकलना നമ്പോ വേർവുൾഫ് ആണോ? नामुमकिन है। ഓക്കെ, അത് ഭയങ്കര സൗണ്ട് പോലെ. बड़ा महल छोड़ के जाऊं, पागल नहीं हूं मैं। लौट जाओ और मेरे कपड़े लेके आओ और उसके बाद ഇത് കാലഹരണപ്പെട്ട കോമഡിയാണ്. പുള്ളി ഇപ്പോഴും പഴയ ചന്ദ്രലേഖയുടെ കോമഡിയൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, यहाँ पे तो कितनी इंटरेस्टिंग स्टोरीज है। സ്ഥലമൊക്കെ എവിടെയാണോ എന്തോ. भूतों की, काला जादू। വാമിക नाम बताओ। सुंदर हैं? सुंदर किसने रखा ये नाम? बाबूजी ने। अंधे थे क्या? ഈ ബോഡി ഷേവിങ്ങും ഇതൊന്നും ഇതുവരെ ഇതൊക്കെ എന്ന് മുതൽ സ്റ്റിൽ ഐ എം സ്റ്റിൽ സർപ്രൈസ് ദാറ്റ് അന്നത്തെ കാലത്തെ കോമഡിയിൽ ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലെ സീക്വൻസ് എന്താ പുള്ളി പറഞ്ഞതെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ പുള്ളിയുടെ പേരെന്താ വെച്ചാൽ സുന്ദർ എന്ന് പറഞ്ഞു. അപ്പം ആര് പേര് വെച്ചത് അയാള് അന്ധനായിരുന്നു. എന്ത് കോമഡിയുടെ ഇതൊക്കെ ഇതൊക്കെ എന്താ പറയാ, എന്തായാലും കാണിക്കട്ടെ, ബോളിവുഡ് അല്ലേ ഇതൊക്കെ. घर है आधी रात को पियानो बजते रहता है, मैं बजा। लोग चिल्लाते रहते हैं, मैं चिल्ला- यहाँ पिछवाड़ा जल जाता है। അയ്യോ, मुझे भी लगा कि कोई मेरे कमरे का दरवाजा खोल रहा था। तुम्हें डर लगे तुम मेरे कमरे में सो जाना। इसने क्या मुझे मंदिर का घंटा समझ ही रखा है? जब भी आता है बजा के चला जाता है। ഈ ഓവർ ആക്ട് ചെയ്യുന്ന എല്ലാവരെയും പിടിച്ചിട്ട് ഒരു സിനിമ ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. ഈ ഐ അണ്ടർസ്റ്റാൻഡ് ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിനൊക്കെ യു ഗൈസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ്. കാരണം നമുക്ക് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഉള്ളതും ഇല്ലേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനും നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരാണ് ഇതാണ്? എവറിബഡി ഈസ് ജഡ്ജിങ് സംതിങ്. നമ്മളൊരു ട്രെയിലർ കാണുമ്പോഴത്തേക്ക് ഇത് ഒരു चूम लो पहले मुझे। എന്താ പറയുന്നത്, എന്തെങ്കിലും കാണിക്കട്ടെ. फिर महल के पीछे वाले जंगल में आते हैं, इसलिए जंगल को पिशाच वन कहते हैं। पेशाब पेशाब नहीं पिशाच। അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോമഡി ഒന്നും എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. പുള്ളി പിശാജ് എന്ന് പറയുമ്പോൾ പുള്ളി പിസാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറിൻ പാസ് ചെയ്യുന്നതിന് പിസാബ് എന്നാണ്. അതാണോ എന്ന് നോക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. എന്ത് അതൊക്കെയാണ് കോമഡി, മനസ്സിലായി? കോമഡിയുടെ സ്റ്റാൻഡേർഡ് അതൊക്കെയാണ്. ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ പ്രശ്നം ഇതാണ്. ഇതൊക്കെ പ്രിയദർശനാണല്ലോ ചെയ്തു വെച്ചേക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. शादी यहीं करेंगे, इट इज कंफर्म। मंगलपुर में कोई शादी नहीं करता। ഇനിയും ഷാദി വേണോ അക്ഷയ് കുമാറെ? എന്ത് പറയാനാ. गदरों की सेना के साथ लोगों को मार देगा। വവ്വാലൊക്കെ ചില ഭൂതമുണ്ടോ? टाइम क्या हुआ है भैया? बेटा बहुत टाइम खराब ഒരു വിറവ് കൊള്ളി പോലത്തെ ഒരു കൈ മാത്രം കാണുന്നുണ്ട്, വേറൊന്നും കാണുന്നില്ല. എന്താ അതെന്തോ പറഞ്ഞു? चला जा, नहीं तो टाइम खराब चला जा। टाइम क्या हुआ है भैया? बेटा बहुत टाइम खराब चला जा, नहीं तो पेल दूंगा जाए भी। അപ്പൊ പുള്ളിക്കാരിയാണ്, തബുവാണ് പ്രേതം. നെന്മണി വിഷ്ണു. नाटक चल रहा है। ഉഫ്, ആ സത്യം സത്യം, എന്ത് നാടകോടെ ഇതൊക്കെ. നാടകത്തിനൊക്കെ ഇതിനേക്കാളും बहन डर गई, बहन डर गई, बहन डर गई। ഉം. भूत का क्या करोगे? भूत का क्या करोगे? अरे भूत की बात ഇതൊക്കെ ഇക്കളയൊക്കെ പോലും ചിരിക്കാൻ പറ്റാത്ത കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. സോ എനിവേസ്
അറിയില്ല, എനിക്കറിയില്ല ഇവരെന്തിനാണ് ഈ പുള്ളി എന്തിനാണ് ഇപ്പോഴും ഇങ്ങനത്തെ മൂവീസൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ഫൺ ആക്ച്വലി. ഞാൻ ഇങ്ങനെയുള്ള മൂവീസൊക്കെ കാണാറുണ്ട്. ഇവരുടെ ഈ YRFൻ്റെ ഒരു ഈ പ്രേതപ്പടത്തിൻ്റെയൊക്കെ സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ചിലതൊക്കെ ഓക്കെ, ഇറ്റ്സ് കോമഡി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴും പുള്ളിയൊക്കെ എന്താണ് പ്രിയദർശൻ പുള്ളിയൊക്കെ സാറിനൊക്കെ അത്യാവശ്യം പഴയ സിനിമകളിലെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആളാണ്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിലൊന്നും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ആ കോമഡിയുടെ നിലവാരം തന്നെ. ഈ ബോഡി ഷേമിങ് ഇനിയും ഇത് നിർത്താറായില്ലോ. സുന്ദർ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അയാൾ സുന്ദരനാവണമെന്ന് നിർബന്ധമുണ്ടോ? അത് ഏത് നാട്ടിലാണ് അങ്ങനെ ഒരു നിയമം വെച്ചേക്കുന്നത്? അതൊക്കെ എന്ത് ഒരു കോൺസെപ്റ്റാണ്? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയും ആ ഒരു റേഞ്ച് കോമഡിയൊക്കെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും മൂവി അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും, അതിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉള്ള കാര്യമുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത അല്ലു അർജുൻ്റെ മൂവിയുടെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഫസ്റ്റ് ഗ്ലിംസ് ആണെന്നോ, ഫസ്റ്റ് ഗ്ലിംസ് വന്നിട്ടുണ്ട്. അതിനകത്തും പുള്ളി ഇതുപോലെ വെയർവുൾഫിൻ്റെ അങ്ങനെ എന്തോ ആണ്. നമുക്ക് അതിനകത്ത് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ വേണമെങ്കിൽ നമുക്കതൊന്ന് എടുത്ത് നോക്കാം. റാക്ക, ഇതാണ് ലുക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സംഭവം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലുക്ക് പറഞ്ഞിരിക്കുന്നത്. റാക്ക ഇതാണ്. ഒരു വെയർവുൾഫിൻ്റെ കൈയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കും ഇന്നലെ അത് റിലീസ് ചെയ്തിരുന്നത്. സോ എനിവേസ് ഇതാണ് സംഭവം. റാക്ക ഒരു വെയർവുൾഫ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. എന്താണ് മൂവിയുടെ ബാക്കി കാര്യങ്ങളുള്ളതെന്നൊന്നും അറിയത്തില്ല. അതിന് വരുമ്പോഴത്തേക്കും ഇനി അടുത്ത ടീസറോ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. സോ എനിവേസ് ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരു വെയർവുൾഫ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയാണോ എന്നുള്ളത് ഇനിയിപ്പോൾ നോക്കിയാലാണ്. സോ എനിവേസ് ഗൈസ് ദാറ്റ്സ് ഇറ്റ്. കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. സോ അടുത്ത ട്രെയിലർ, അടുത്ത വീഡിയോസ്, ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സെക്കൻഡ് ഒരു ചാനലുണ്ട്, ദ ട്വിൻസ് POV. അവിടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും വളരെയധികം എന്താണ് ഒരു അതിനെന്താ പറയുന്നത്, കറണ്ട് അഫയേഴ്സ്, പിന്നെ പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത് താല്പര്യമുള്ളവർ അവിടെ ചെന്ന് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.